സ്വവർഗ അനുരാഗം പ്രമേയമായ കാതൽ ദ കോർ സിനിമയ്ക്ക് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയായി പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഉണ്ടായിരിക്കെ സ്വവർഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ ദ കോർ എന്ന ചലച്ചിത്രത്തിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന അംഗീകാരമായ മികച്ച ചിത്രം എന്ന അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ ആണ് ഇനി പറയാൻ പോകുന്നത്. പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും അതിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കാരം. ഇതാണ് സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ. അതേ ചലച്ചിത്രത്തിന്റെ രചയിതാവായ ആദർശ് സുകുമാരനാണ് മികച്ച കഥാരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാതുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ സജി ചെറിയാൻ രചനയെ വിശേഷിപ്പിച്ചത്. സ്വവർഗാനുരാഗം ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്നും ചുറ്റുവട്ടത്തുള്ളവരും സമൂഹവും സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ആശയമാണ് കാതൽ എന്ന സിനിമയുടെ കഥാതന്തു. ലൈംഗികതയ്ക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം ഈ ചലച്ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി സ്വവർഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് കഥയുടെ മുന്നോട്ടു പോക്ക്. മറ്റെല്ലാവരും സ്വവർഗ ലൈംഗികതയെ അസ്വാഭാവികമായി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ്. ആ നിലപാടിന്റെ വിജയവും മഹത്വവുമാണ് ഈ സിനിമയിലെ അടിസ്ഥാന ആശയം തന്നെ. ഇത്തരം കാരണങ്ങളാൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ട ഒരു ചലച്ചിത്രം കൂടിയാണ് കാതൽ ദ കോർ. ആരംഭഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക ബൗദ്ധിക രംഗങ്ങളിൽ പ്രശസ്തരായ ചിലരും വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സംവിധായകനായ ജിയോ ബേബി ആ കാലങ്ങളിൽ തന്നെ താൻ ചലച്ചിത്രം കൊണ്ട് ലക്ഷ്യമാക്കിയത് LGBTQIA+ കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമാന്യ സമൂഹത്തിൻ്റെ പിന്തുണ സമ്പാദിക്കുകയുമായിരുന്നു എന്ന് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താരമൂല്യമുള്ള മമ്മൂട്ടിയെയും മറ്റും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും ജനങ്ങളെ പരമാവധി തിയേറ്ററിൽ എത്തിക്കാനും അങ്ങനെ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടി തന്നെയാണ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ കാതൽ ദ കോർ എന്ന ചലച്ചിത്രം ഒരു പ്രൊപ്പഗാൻഡ സിനിമ ആണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ആ സിനിമയ്ക്ക് ഏറ്റവും ഉയർന്ന അംഗീകാരം നൽകിയിരിക്കുന്നതിനെ നാം കാണേണ്ടത്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ വഴിവിട്ടതും പ്രകൃതിവിരുദ്ധവുമായ ലൈംഗിക ആശയ പ്രചരണങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നതും ഇപ്പോൾ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നതും യാദൃശ്ചികമായിരിക്കാൻ ഒട്ടും തന്നെ ഇടയില്ല. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രത്യേക സമാശ്വാസ അവാർഡ് ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ആടുജീവിതത്തിന് കൊടുത്തപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് കാതൽ ദ കോർ എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് എന്നോർക്കണം. ജനപ്രീതിയും കലാമേന്മയുമാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡിനുള്ള മാനദണ്ഡം എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ 2 പേരിലുള്ള അവാർഡുകൾ 2 സിനിമകൾക്ക് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിലൊന്നിന് അവാർഡ് കമ്മിറ്റി നിർബന്ധിതമായിട്ടുണ്ട് എന്നതിൽ സംശയം ഒട്ടും തന്നെയില്ല. ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയായി പരിഗണിക്കാൻ കഴിയുന്ന എത്രയോ ചലച്ചിത്രങ്ങൾ ഉണ്ടായിരിക്കെ സ്വവർഗ അനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്ന് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്.